ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്നാക്കാണ്. അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാവാണ് ഞാനിവിടെ മിക്സാക്കി എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് ഇതിലോട്ട് 1 കപ്പോളം ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടുതൽ ചൂടാവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഇത് യൂസ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിത് മിക്സാക്കി മാറ്റി വെക്കണം എന്നില്ല. ഇതിലോട്ട് തന്നെ ഞാനിവിടെ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 4 കപ്പ് മൈദയാണ് കേട്ടോ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 25 പീസോളം കിട്ടും. വലിയ സൈസുള്ള 25 പീസ്. അപ്പോൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പകുതി എടുത്തിട്ട് യൂസ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഓയിലാണ് ചേർത്തത്. അത് 1/3 കപ്പാണ് ചേർത്തത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. സ്പൂൺ വെച്ചിട്ട് മിക്സാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതി ആയ സമയത്ത് ഞാൻ ഈ സ്പൂണ് മാറ്റി കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാന്ന്. അപ്പോൾ ആ കുഴക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരക്കപ്പോളം വീണ്ടും വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ കുഴച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി മാവ് പോലെ ആ ഒരു രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾക്ക് കുറച്ചും കൂടെ ഓയിലൊന്ന് തടവി കൊടുക്കുക. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല റെഡിയാക്കാം. അപ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, വലിയ സൈസുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവുള്ള പച്ചമുളക് നോക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇനിതാ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു ഓയിലിലോട്ട് 2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുമ്പേ വഴറ്റി വെച്ച സവാള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 സവാളയാണ്. മീഡിയം സൈസുള്ള 5 സവാള ഇതുപോലെ നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ചോപ്പറിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് പേസ്റ്റാക്കി വെച്ചതാണ്. അത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാ, കുറച്ചും കൂടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ്. പിന്നെ ഗരം മസാല, ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അത് മീറ്റ് മസാലയാണ്, അതും 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇറച്ചി പൊടിച്ച് വെച്ച ഇറച്ചിയും ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ സാധാരണ നമ്മൾ വേവിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. മുളകും മഞ്ഞളും ഒക്കെ ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. അത് നമ്മൾ പൊടിച്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതേ ഉള്ളൂ. ഒരുപാട് പൊടിഞ്ഞ പോലെ ആക്കിയിട്ടില്ല, ചെറിയ തരിതരിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2.5 കപ്പോളം ബീഫും ഉണ്ട് കേട്ടോ ഇതിൽ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് കറിവേപ്പില തന്നെ ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ എരിവിനെ നോക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ചൂടുള്ള ഏരിയ ആണെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ തന്നെ മതി. ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. ചെറിയ തണുപ്പൊക്കെ ഉള്ള സമയമാണിപ്പം. അപ്പോൾ ഇതാ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാവിനെ പകുതി ആക്കിയിട്ട് അത് ഇതുപോലെ ഒന്ന് ഒരുപോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഓരോ ഉരുളകൾ ഇതുപോലെ ആക്കിയ ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഓരോന്ന് പരത്തിയെടുക്കേണ്ടതാണ്. നമ്മളിത് കുറച്ച് മൈദമാവ കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ലോണം തിന്നാക്കാൻ പാടില്ല, ചെറിയ തടിയിൽ ആയിട്ടാണ് കേട്ടോ പരത്തേണ്ടത്. ഇനി ഇതിലോട്ട് ഇതാ നമ്മുടെ മസാലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ കപ്പിൽ അളന്നിട്ട് ഞാൻ ഇടുന്നത് ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊക്കെ ഒരു കോട്ടിങ്ങും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമാണ് എടുത്തത്. ഇനി ഇത് നമ്മൾ ഈ ഒരു റോൾ എടുത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഈ ഒരു വെള്ളത്തിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലോട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചതാണ്. ഇനി നമ്മൾ ഇത് ഓരോന്നെടുത്ത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്നും കൂടി ഷേപ്പാക്കിയെടുത്ത ശേഷം നമ്മൾ ചൂടായ എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് 2 സൈഡും നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്ത് എടുക്കണം. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നമ്മളിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റംസാൻ മാസത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.